ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടോപ്പ് 5 ആയിട്ടുള്ള ബെസ്റ്റ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസ് ഇൻ ഇന്ത്യയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് 5 എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് സ്പെസിഫിക്കേഷൻ വൈസോ അല്ലെങ്കിൽ എൻജിൻ CC വെച്ചോ ഒന്നുമല്ല. നമുക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഒരു 5 മോട്ടോർ സൈക്കിൾസ് ആണ് അഡ്വഞ്ചർ സെഗ്മെൻറ്റിലുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 5 അല്ലാണ്ട് വേറെ മോഡൽസും അവൈലബിൾ ആണ്. ബട്ട് ഈ ഒരു 5 മോഡൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒട്ടും വലിച്ചിട്ടാണ്ട് ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഹീറോയുടെ എക്സ്പൾസ് 210 ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയുടെ തന്നെ സെയിൽസിൽ തലവരെ മാറ്റിയിട്ടുള്ള മോഡലാണ്. ഹീറോ എക്സ്പൾസ് 200 തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്ന മോഡലാണ്. അപ്പോൾ ആ ഒരു എഞ്ചിനിൽ നിന്ന് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ട് രീതി തന്നെയാണ് ഈ ഹീറോ എക്സ്പൾസ് 210 കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ 210cc 4 വാൽവ് DOHC ലിക്വിഡ് കൂൾ എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. 24 bhp പവറും 20.7 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. വിത്ത് സ്ലിപ്പ് കച്ച് എല്ലാം നൽകിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ ഡ്യുവൽ ചാനൽ ABS ആണ് നൽകിയിട്ടുള്ളത്. ഓഫ് റോഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിന് സ്വിച്ചബിൾ ABS ആണ് നൽകിയിട്ടുള്ളത്. സോ ഒരു അഡ്വഞ്ചർ ഓഫ് റോഡ് മോഡലായിട്ടാണ് ഹീറോ ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ എന്ന നിലയ്ക്കും അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിലുമാണ് ഹീറോ നൽകിയിട്ടുള്ളത്. സോ ഒരു ബിഗിനർ ആണ് നിങ്ങൾ ഓഫ് റോഡ് മോഡൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ഫോർ യു. 30 ലിറ്റേഴ്സ് ടാങ്ക് ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു 4.2 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ ബേസ് മോഡൽ അവൈലബിൾ ആണ്, ടോപ്പ് മോഡലും അവൈലബിൾ ആണ്. ടോപ്പ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 2.26 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത്. സോ ഈ അപ്രോക്സിമേറ്റ് പ്രൈസ് ആണ്. മാർച്ച് തൊട്ടാണ് ഇതിൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ ആ ഒരു ഓൺ റോഡ് പ്രൈസിൽ ചെറിയൊരു വേരിയേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഹോണ്ടയുടെ CB200X എന്ന് പറഞ്ഞ മോഡലാണ്. സോ ഈ ഒരു മോഡൽ ഒരു കംപ്ലീറ്റ്ലി ഓഫ് റോഡ് മോഡലായിട്ടല്ല ഹോണ്ട കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു അഡ്വഞ്ചർ ടൂറർ അല്ലെങ്കിൽ ഒരു സിറ്റി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ എന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹെവി ലുക്ക് നൽകുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹോണ്ടയുടെ തന്നെ CB500Xൻ്റെ ആ ഒരു സിമിലാരിറ്റിയോട് തന്നെയാണ് ഈ ഒരു CB200X അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിൻ്റെ എഞ്ചിൻ്റെ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200cc എഞ്ചിനല്ല, ജസ്റ്റ് ആ ഒരു നെയിമിൽ മാത്രമേ ഉള്ളൂ 200 എന്നുള്ളത്. നോർമലി നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ഹോണ്ട ഹോർണറ്റ് 2.0യുടെ സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഒരു 180cc എഞ്ചിനാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. എഞ്ചിൻ പോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 184cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. ലിക്വിഡ് കൂൾ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ നൽകിയിട്ടില്ല. സോ അതൊരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്, കാരണം ഈ ഒരു പ്രൈസിങ്ങിൽ വരുമ്പോൾ ഹോണ്ട അത് നൽകിയിട്ടില്ല എന്നുള്ളത്. ആൻഡ് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ആൻഡ് പെർഫോമൻസ് പോർഷൻ നോക്കുകയാണെങ്കിൽ 17 bhp 16 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലുക്ക് വൈസ് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ലുക്ക് തന്നെയാണ് ഹോണ്ട ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്കൊരു USB സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. റെയറിൽ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കാണ് വന്നിട്ടുള്ളത്. സിംഗിൾ ചാനൽ ABS ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് കേട്ടോ. അതും ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. LED ഹെഡ്ലൈറ്റ് സെറ്റപ്പ് ഒക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. ഫീച്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെയിൻ നെഗറ്റീവ് അവിടെ ഫീൽ ചെയ്യുന്നത് ഫീച്ചർ തന്നെയാണ്. കാരണം ആ ഒരു സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള മറ്റു മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു മീറ്റർ കൺസോൾ തന്നെയാണെങ്കിലും നമ്മൾ ആ ഹോർണറ്റിൽ കണ്ട ആ ഒരു സെയിം മീറ്റർ കൺസോൾ ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അല്ലാണ്ട് വേറെ അഡീഷണൽ ആയിട്ട് ആ ഒരു മീറ്റർ കൺസോളിൽ അപ്ഗ്രേഡ് ആയിട്ട് നൽകിയിട്ടൊന്നുമില്ല. ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 1.87 lakh ആണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. സോ ഒരു സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് സുസുക്കിയുടെ ബീസ്റ്റോം SX250 എന്ന് പറഞ്ഞ മോഡലാണ്. അഡ്വഞ്ചർ ടൂറർ എന്ന കാറ്റഗറിയിലോട്ടാണ് സുസുക്കി ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവരുടെ തന്നെ ബിഗർ മോട്ടോർ സൈക്കിൾസ് ആയ ബീസ്റ്റോം 800DEയുടെ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു മോഡൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാങ്ക് പോർഷൻ ആയിരിക്കും നമുക്ക് ആ ഒരു ജിക്സറിൻ്റെ സെയിം ടാങ്ക് പോർഷൻ തന്നെയാണ്, ഒരു സ്ട്രീറ്റ് ബൈക്കിൻ്റെ ടാങ്ക് പോർഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബട്ട് ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ആ ഒരു ഹെഡ് പോർഷനിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു അഡ്വഞ്ചർ രീതിയിലുള്ള ആ ഒരു പാനലിങ് കാര്യങ്ങളൊക്കെയാണ് പക്കയായിട്ട് തന്നെ സുസുക്കി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ യെല്ലോ കളർ നമുക്ക് റോഡ് പ്രസൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നൽകുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു LED ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ബിഗർ ആയിട്ടുള്ള ഒരു വിൻസ്ക്രീൻ നൽകിയിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ് നമ്മൾ സെയിം കാണുന്ന ഒരു ജിക്സറിൻ്റെ ആ ഒരു സെയിം ഹെഡ്ലൈറ്റ് സെറ്റപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. സ്പ്ലിറ്റ് സീറ്റ് ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടുള്ള റൈഡർ സീറ്റാണ്. സോ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓൾസോ ദ പില്യൻ സീറ്റ് ആണെങ്കിലും കുറച്ചുകൂടി കംഫർട്ടബിൾ തന്നെയാണ്. നമ്മൾ ആ ജിക്സറിലൊക്കെ കണ്ട സെയിം സീറ്റ് സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്.
റയറിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. ഡ്യുവൽ ചാനൽ ABS ഒക്കെ ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. എഞ്ചിൻ പോർഷനിലൂടെ നോക്കുവാണെങ്കിൽ 249cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ പെർഫോമൻസ് 26.1 PS അതുപോലെ 22 Nm ടോർക്കുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ കൂളിംഗ് സുസുക്കി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റേസ് ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ കൂളിംഗ് സിസ്റ്റം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഹീറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇച്ചിരി ഇമ്പ്രൂവ് ആയിട്ട് തന്നെയാണ് ഈ ഒരു മോഡൽ നിൽക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ ജിക്സസ് 250ൽ കണ്ട ആ ഒരു സെയിം എക്സാക്റ്റ് എഞ്ചിൻ തന്നെയാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എഞ്ചിനിൽ വേറെ ഡെവലപ്മെൻ്റ് ഒന്നും ചെയ്യാണ്ട് അത്യാവശ്യം നല്ല റിഫൈൻഡ് ആൻഡ് പ്യുവർ എഞ്ചിൻ തന്നെയാണ്, പൊട്ടൻഷ്യലുള്ളൊരു എഞ്ചിൻ തന്നെയാണ് ജിക്സസ് 250 വന്നിട്ടുള്ളത്. സോ ആ ഒരു എഞ്ചിൻ എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു മോഡലിലോട്ട് എടുത്തു വെച്ചിട്ടുള്ളൂ. വേറെ ട്യൂണിങ് ഒന്നും ഡെവലപ്മെൻ്റ് ഒന്നും അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതെന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. സോ ഈ ഒരു മോഡലിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് ആൻഡ് ലുക്ക് ആൻഡ് ഡിസൈൻ ആണ്. ആൻഡ് എക്സ്പെഷ്യലി ഇത് എഞ്ചിനാണ് നമുക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം. നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ആൻഡ് കമ്പനി സപ്പോർട്ട് വളരെ കുറവായിട്ട് ഈ ഒരു മോഡൽ തോന്നി. അതാണ് മാർക്കറ്റിൽ എനിക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റാതിരിക്കുന്ന ഒരു കാര്യം. ആൻഡ് നെക്സ്റ്റ് ഫ്രണ്ടിൽ നമുക്ക് USD സസ്പെൻഷൻ നൽകാമായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡലിൽ ഒരു പക്ക ഓഫ് റോഡർ ആയിട്ടല്ല, ഒരു അഡ്വഞ്ചർ ടൂറർ എന്ന കാറ്റഗറിയിലോട്ടാണ് സുസുക്കി ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഒരു പക്ക ഓഫ് റോഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പൾസ് പോലുള്ള മോഡൽസ് ആയിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്. ഈ ഒരു മോഡൽ പ്രൈസിലോട്ട് നോക്കുകയാണെങ്കിൽ 2.75 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ ആൻഡ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് കിങ് എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 ആണ്. നമുക്കറിയാം ഹിമാലയൻ 400 നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും ഫാൻ ബേസ് ഉള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. സോ ആ ഒരു മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ് ഹിമാലയൻ 450 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്തപ്പോൾ ഡിസൈൻ വൈസ് ആണെങ്കിൽ എഞ്ചിൻ വൈസ് ആണെങ്കിൽ അടിമുടി മാറിയാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഈ ഒരു മോഡൽ ഡിസൈൻ ആൻഡ് എഞ്ചിൻ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. USD സസ്പെൻഷനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഡ്യുവൽ ചാനൽ ABS വിത്ത് സ്വിച്ചബിൾ തന്നെയാണ് ഈ മോഡൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മോഡലിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 17 liters ആണ്. 196 kg വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. വിത്ത് TFT മീറ്റർ കൺസോൾ നമുക്ക് നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. എഞ്ചിൻ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ 452cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയത്. 40 bhp പവറും 40 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 കളർ വേരിയൻറ്റിലാണ് ഈ മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ചുകൂടി ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് റോഡിലും ഏതൊരു കണ്ടീഷനിലുള്ളൊരു വഴി കൂടി നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. സീറ്റ് ഹൈറ്റ് വരുന്നത് 805 mm ആണ് സീറ്റ് ഹൈറ്റ് കാര്യങ്ങൾ വരുന്നത്. സോ ഈ ഒരു മോഡലുള്ള പ്രൈസ് വരുന്നത് 3.8 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഫിഫ്ത്ത് പൊസിഷൻ വരുന്നത് ESD അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്കറിയാം ഹിമാലയൻ്റെ ആ ഒരു ടൈമിൽ ഈ ഒരു മോഡൽ ഇറങ്ങി. ഇപ്പോൾ ഹിമാലയൻ്റെ കോപ്പിയാണ് അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ ട്രോൾസ് വന്നുകൊണ്ടൊരു മോഡലാണ്. ഇറങ്ങിയ ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽസൊക്കെയും വന്നായിരുന്നു. ബട്ട് ഇപ്പോൾ സെയിൽസൊക്കെയും വളരെ കുറവായിട്ട് തന്നെയാണ്. റോഡിൽ അത്രത്തോളം ഈ ഒരു മോഡൽ കണ്ടുവരുന്നില്ല. ഇപ്പോൾ ഹിമാലയൻ്റെ ആ ഒരു ഡിസൈൻ തപ്പി നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം അതിനോട് എവിടെയൊക്കെയോ ഒരു സിമിലാരിറ്റി തോന്നുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മോഡലിൻ്റെ എഞ്ചിൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ 334cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. 29.6 bhp 29.8 Nm ടോർക്കുമാണ് ഈ ഒരു മോഡൽ വരുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സോടുകൂടി തന്നെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ 21 ഇഞ്ചും റൈറ്റ് ടയർ നോക്കുകയാണെങ്കിൽ 17 ഇഞ്ചുമാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ബ്രേക്കിൻ്റെ പോർഷനിൽ വരികയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS വിത്ത് സ്വിച്ചബിൾ ആണ് ABS നൽകിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മോഡലിൽ സസ്പെൻഷൻ നമുക്ക് നൽകിയിട്ടുള്ള ടെലസ്കോപ്പിക് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ള USD ഫോർക്ക് ഒന്നുമല്ല. 41 mm ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. ആൻഡ് റയറിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പ്രീലോഡ് മോണോഷോക്ക് ആണ് നൽകിയിട്ടുള്ളത്. സോ USD ഫോർക്ക് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ നൽകിയിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ 2.85 lakhs ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇപ്പോൾ അത്രത്തോളം ഈ ഒരു മോഡലിൻ്റെ സെയിൽസ് ഒന്നും കണ്ടുവരുന്നില്ല. ഇനി സർവീസ് ഇഷ്യൂസ് ആണോ അതെയോ വണ്ടിയുടെ പോസ്റ്റർ ഇഷ്യൂ ആണോ എന്നുള്ളത് നമുക്കറിയില്ല. എനിക്ക് ഈ ഒരു മോഡൽ അത്രത്തോളം സെയിൽ മാർക്കറ്റിൽ കണ്ടുവരുന്നില്ല. സോ ദീസ് ആർ ദ 5 ബെസ്റ്റ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസ് ഇൻ ദ ലിസ്റ്റ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ മിസ് ഔട്ട് ചെയ്തിട്ടുള്ള വേറെ മോട്ടോർ സൈക്കിൾസ് ഉണ്ട്. സോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു 5 മോട്ടോർ സൈക്കിൾസ് ആണ് അഡ്വഞ്ചർ സെഗ്മെന്റിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ നിങ്ങൾ ഒപ്പീനിയൻസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ സ്റ്റുഡിയോ. ബൈ.